വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഡെസ്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറേ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു ബുക്ക് തന്നെ ഉള്ളൂ മെയിനായിട്ട്. ഇത് ഇന്നലെ രാത്രി എന്തൊക്കെയോ എഴുതിയിട്ട് അങ്ങനെ നേരെ പോയി കിടന്നതായിരുന്നു. ഇതിൻ്റെ സ്പൈറൽ ബൈൻഡിങ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പേജ് ഇങ്ങനെ പോരും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് നമ്മളേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായി പോയിട്ടുണ്ട്. ഇന്നൊരു ഉഡായിപ്പ് ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ. അതായത് അങ്ങനെ അധികം വെജിറ്റബിൾസും ഒന്നും ഇടാണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു മുട്ടയും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണുണ്ട്. സാധാരണ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മുട്ടയ്ക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് സെറ്റ് ചെയ്യലുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് അതിനൊന്നുള്ളൊരു സമയമല്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് അധികം പണി ഇന്ന് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ബ്രെഡ് രണ്ടും ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് കുറേ പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് അബ്ലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓനിക്കുള്ള കേക്കും അതൊക്കെയാണ് ഉണ്ടാക്കാനുള്ളത്. പിന്നെ അത് കൂടാണ്ട് എൻ്റെ കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഞാനാണെങ്കിൽ ഓനോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊന്നും. ഈ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയതൊന്നും ഓൻ കണ്ടിട്ടില്ല. ഓൻ കാണാണ്ട് എടുത്ത് വെച്ചതാണ്. കാരണം സർപ്രൈസായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓൻ അങ്ങനെ ചോദിച്ചിരുന്നു ഒരു 2 ദിവസം മുന്നേക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇപ്പോൾ 6ാമത്തെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഇനി 7th ബർത്ത്ഡേക്ക് ഉണ്ടാക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഞാനൊരു കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതൊരു വ്ളോഗിൽ ഞാൻ കോഫി ഉണ്ടാക്കിയപ്പം ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര യൂസ് ചെയ്യലില്ലേ എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ മാത്രം ഒഴിവാക്കും കേട്ടോ. അധികം യൂസ് ചെയ്യും, പക്ഷെ ചിലപ്പോൾ എനിക്കങ്ങനെ പഞ്ചസാര വേണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ പാൽപ്പൊടി വെച്ചിട്ടൊക്കെയാണ് കോഫി ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ ചെറിയൊരു മധുരം ഓൾറെഡി അതിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ കുറച്ചിടും, അല്ലാന്നുണ്ടെങ്കിൽ തീരെ ഇടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ചെയ്യണത്. സർപ്രൈസ് ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നഴ്സറിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിൻ്റെ പണിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു വരും. അപ്പോൾ 10:30 പോവുള്ളൂ. 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ പോവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ വിചാരിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ കരുതിയിട്ട് എനിക്ക് എന്തായാലും ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാണ്. ഇതിപ്പോൾ കുറച്ച് വാൾ പോസ്റ്റേഴ്സാണ് എനിക്കൊന്ന് പാക്ക് ചെയ്യാനുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതേപോലത്തെ വാൾ പോസ്റ്റേഴ്സ് സെയിൽ ചെയ്യണുണ്ട് എന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നാണെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ 2 സെറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റിൽ ഓൾമോസ്റ്റ് ഒരു 12 പീസൊക്കെ ഉണ്ടാവും. അതുപോലെ റാൻഡം സൈസിലുമാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അധികം റാൻഡം സൈസിലാണ് ഞാൻ കൊടുക്കലുള്ളത്. കാരണം സെയിം സൈസിനേക്കാളും ഒന്നും കൂടെ ഇതിങ്ങനെ ലേഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗി ഈ റാൻഡം സൈസാണ്. പിന്നെ ആർക്കെങ്കിലും സെയിം സൈസ് വേണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു പ്രത്യേക തീം വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതായിരിക്കും തരിക. ഇതിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക തീമൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ഇൻസ്പയറിങ് മോട്ടിവേഷണൽ കോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ അത് നോക്കി പ്രിൻ്റ് ചെയ്തതാണ്. ഏകദേശം എൻ്റെ വോളിലുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ അതൊരു ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പലതും പല സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഉള്ളിലുള്ള പോസ്റ്റർ മടങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മെല്ലെ വേണം പാക്ക് ചെയ്ത് കൊടുക്കാൻ.
അതൊക്കെ റാപ്പ് ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയി നോക്കിയപ്പം ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇമ്മ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇനി ദമ്മിടാനേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം ഒരു 11:30 ആവുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കണതുകൊണ്ട് വീഡിയോ എടുക്കണത് കൊണ്ടും കൂടെ നിങ്ങളെ പരിപാടിയൊക്കെ വേഗം കഴിച്ചിട്ട് പോയിക്കൊണ്ടിന്ന് ഉമ്മാനോട് പറഞ്ഞിരുന്നു. രണ്ടാളും കൂടെ അടുക്കളയിലുണ്ടായി ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഇമ്മാൻ്റെ പണിയൊക്കെ ഉമ്മ വേഗം തീർത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനായി നിന്നിട്ടുണ്ട്. അപ്പോൾ 1 kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 1 kg വെയിറ്റ് വരുന്ന കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 4 എഗ്ഗാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ പിന്നെ അങ്ങനെ കേക്കിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കണില്ല, അങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് ഞാൻ അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. കാരണം ഇത് ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇത് ഓഫ് ചെയ്ത് പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ എന്തൊക്കെയാണോ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതും പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ചിൽ ഈ ഒരു കോഫിയും കൂടെ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിങ്ങനെ ബീറ്റായി വരുംതോറും ഇതിക്ക് ആ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നല്ല ക്രീമി ആക്കി എടുക്കുകയാണ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ടോ ഇങ്ങനെ ഒരു ക്രീം കേക്കൊക്കെ ചെയ്തിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബനാന കേക്ക് എങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതല്ലാണ്ട് ഇങ്ങനെ കാര്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കണത് ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. കഴിഞ്ഞ അമ്ലുവിൻ്റെ ബർത്ത്ഡേക്ക് തന്നെയാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നും എനിക്ക് സ്ട്രോബെറി ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറി കിട്ടാനും കുറച്ച് പണിയായിരുന്നു. സ്ട്രോബെറീൻ്റെ സീസൺ അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ സ്ട്രോബെറി ക്രഷൊക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബീറ്റർ കംപ്ലൈൻ്റ് ആയി. ബീറ്റർ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതേനു, സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതേനു. അത് നല്ല ബീറ്ററേനു, കുറേ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്തോ കംപ്ലൈൻ്റ് ആയി, അങ്ങനെ കേടായിട്ട് ഇവിടെ നിന്നൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റാതായി. പിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും എന്തോ വലിയ ഒരു ഇത് പോരാ, ക്വാളിറ്റി പോരാ, ചെറുതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനങ്ങനെ സെയിൽ ചെയ്യാനൊന്നും കേക്ക് ഉണ്ടാക്കലില്ല. നമ്മളെന്തെങ്കിലും വീട്ടിൽ ആവശ്യങ്ങൾക്കോ വീട്ടിലാരെങ്കിലും ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ കസിൻസിൻ്റെയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ. ഇപ്പോൾ പിന്നെ അതും ഇല്ല, വളരെ കുറവാണ്. ഈ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുള്ളൂ, അതും അമ്ലുവിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ മാത്രം ഒന്ന് ഉണ്ടാക്കും. ഈ ഒരു ബീറ്റർ ഇപ്പോൾ ഞങ്ങളതല്ല കേട്ടോ, മൂത്തമ്മാൻ്റെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇങ്ങനെ കേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങലാണ് ചെയ്യുക. ഇപ്പോൾ ഈ കൊല്ലത്തിൽ ഒരിക്കൽ കേക്ക് ഉണ്ടാക്കണോണ്ട് തന്നെ ഇതിനായിട്ട് വേറെ പ്രത്യേകിച്ച് സാധനങ്ങൾ ടൂൾസായിട്ടൊന്നും വാങ്ങലില്ല കേട്ടോ. ഇതിൻ്റെ ഈ നോസിലാണെങ്കിലും അതൊന്നും അങ്ങനെ വാങ്ങലില്ല. ആദ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നു, പിന്നെ ഓരോന്ന് അങ്ങനെ എവിടേക്കോ പോയി, ഇപ്പോൾ ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ട് മിനിമലായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് കരുതണേ. ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്രോപ്സും എൻ്റെ കയ്യിലില്ല. പിന്നെ എന്തോ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാനാണ് ഇപ്പോൾ കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെ എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബീറ്റർ യൂസ് ചെയ്യലില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബ്ലേഡ് ഊരിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും എന്നല്ലാണ്ട് ആ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യലില്ല. അങ്ങനെ ബാറ്റർ റെഡിയാക്കിയിട്ട് ഇതാ കുക്കറിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് പകുതി ഇതിലും പകുതി ഒരു കുഞ്ഞ് സൈസിലും ഉണ്ടാക്കിയാലോ എന്ന്. ഈ ബാറ്റർ റെഡിയാക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ട് നിന്നപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഇതിലും പിന്നെ ഒരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് വേറൊരു കുഞ്ഞു കുക്കറിലും ആക്കിയിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കേക്ക്. ബാക്കിയുള്ള ബാറ്റർ ഇതാ ഈ ഒരു ചെറിയ കുക്കറിലാക്കിയിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ ഓനക്ക് ഓൻ്റെ സൈസിലൊന്ന് കിട്ടും ചെയ്യും, കാണാനും കുറച്ചുകൂടെ ക്യൂട്ടി കാരം. ഓന് ഈ ചെറിയ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് തോന്നിയതാണെന്നാൽ ചെറുതൊന്നും കൂടെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നുള്ളൊരു പണി എന്ന് പറയുന്നത് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബേക്ക് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ എണ്ണം കൂടുന്നതേ അറിയില്ല, കുറേ ഉണ്ടാവും ലാസ്റ്റ് കഴുകാൻ. പിന്നെ ഈ മെഷറിങ് സ്പൂണും മെഷറിങ് കപ്സൊക്കെ എടുക്കണോണ്ട് തന്നെ അതും കുറേ ഉണ്ടാവും. ആദ്യമൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയായിരുന്നു കേട്ടോ ഈ പാത്രം കഴുകുക എന്നുള്ളത്. ഞാൻ
ആ ഒരു പണി വേറെ ആരെങ്കിലും അനിയത്തിനൊക്കെ ഏൽപ്പിച്ചിട്ട് ബാക്കി ഉള്ളതൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കും. കേക്കിങ്ങിൻ്റെ ബേക്ക് ചെയ്യാൻ വെക്കണ വരെയുള്ള പണികൾ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കൂല. ബാക്കിയുള്ള ഈ പാത്രം കഴുകലും അതൊക്കെ അനിയത്തിയാണ് ചെയ്തിരുന്നത്. ഓൾക്ക് ഇഷ്ടമാണ് പാത്രം കഴുകാനൊക്കെ. അപ്പോൾ ഈ അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഓൾ ഹോസ്റ്റലിൽ പോയതിന് ശേഷം ഞാൻ തന്നെയാണ് പാത്രം കഴുകലൊക്കെ. അങ്ങനെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുറേ പാത്രങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഭയങ്കര ഒരു സമാധാനമാണ്. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ബാക്കി കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനിടാനും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്യാണ്. ഇനിയിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്ത് അതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് തണുത്തിട്ട് ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും നേരം എനിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇത് ഓൾറെഡി തിരുമ്പി വെച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ, ഇനി ഒന്ന് ഉണക്കാനിടാനേ ഉള്ളൂ. പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ റൂമിൽ അധികം പെരന്നിട്ടൊന്നുമില്ല കേട്ടോ, അടിച്ചു വരാൻ മാത്രമൊന്നുമില്ല. കാരണം ഞാനൊന്നും കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, എന്നാലും ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേന് ഇതാ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ വലിയ കേക്ക് അവിടെ നിന്നോട്ടെ, ആദ്യം ഈ ചെറിയ കേക്കൊക്കെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് ഇത് ഫസ്റ്റ് റെഡിയാക്കി വെക്കാമെന്ന്. കാരണം വരുമ്പോഴത്തിന് ഇത് കൊടുക്കാമല്ലോ, ഇനിയിപ്പോൾ മറ്റേതായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അത് പിന്നെ രാത്രി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഈ ചെറിയ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബട്ടർ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കുക്കറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ആദ്യം ഞാൻ 2 കേക്കും ഇങ്ങനെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ഒരു ചെറിയ കേക്ക് മാത്രമേ യൂസ് ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. കാരണം കട്ട് ചെയ്ത് വെച്ചാൽ അത് അത്യാവശ്യം ചൂടാറി നല്ല തണുത്ത് സെറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കറക്റ്റ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ചോക്ലേറ്റ് ക്രീമാണ് വേണ്ടത്, പക്ഷെ ആദ്യം ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. ഇത് കറക്റ്റ് ബീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബൗൾ ഇങ്ങനെ കമഴ്ത്തി വെക്കുമ്പം താഴേക്ക് വീഴാത്ത രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുക. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മെലോൻ്റെ ഈ ഒരു ഡാർക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാദ്യം ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ട് പിന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യണത്. അങ്ങനെ ഏകദേശം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായപ്പോഴത്തിന് അതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് ക്രീമി ആക്കിയതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് രണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഓരോ പീസ് കേക്കായിട്ട് ലെയർ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ ആദ്യം അതാക്കിയതിന് ശേഷം പിന്നെ ക്രീമാക്കി കൊടുക്കുക ചെയ്യണത്. അപ്പോൾ ക്രീം ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കുകയാണ് ചെയ്യുക. കാരണം ഇന്ത്യയിൽ ഈ നൈഫും അതൊന്നും ഇല്ല, അതൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് പണിയായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെ ഏകദേശം ഒന്ന് കേക്ക് ക്രീമൊക്കെ ആക്കി ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രേപ്പറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിഗ്സാഗ് ഡിസൈൻ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ പ്ലാൻ ചെയ്യാതെ ചെയ്തതാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബേസോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. ഞാൻ 1 kg 1.5 ഒരു ബേസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ കുറേ തപ്പി ലാസ്റ്റ് ഇതിന് പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് പ്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഫൈനലി ഇതിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സാധാ ചോക്ലേറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമേ ആക്കുള്ളൂ കേട്ടോ. നേരത്തെ ആക്കിയതിനേക്കാളും ഒരു ഇത്തിരി ആക്കുള്ളൂ. എന്നിട്ടെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഒരു ചോക്ലേറ്റും ഒന്ന് ചൂടാറിയതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ സെൻറ്ററിലും പിന്നെ സൈഡിലുമായിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്തതാണ്. എന്നാലും കുഴപ്പമില്ല, ചെറിയ സൈസായതുകൊണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് കട്ട് ചെയ്യണതോ മറ്റേ കേക്ക് ചെയ്യണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും സ്പേസ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വലിയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അന്ന് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.